എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പൊറ്റക്കാട്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കൊടും ചൂടിനെ കുറിച്ചാണ്. വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഇന്ന് ഞാൻ കാലത്ത് കാറും കൊണ്ട് പോയപ്പോൾ ഒരു പയ്യൻ കിടന്ന് ഓടുക ഇത്രയും ചൂടുണ്ട്. ഒരിക്കലും നിങ്ങൾ ചെയ്യില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ പുറത്തിറങ്ങിയിട്ടുള്ള അഭ്യാസങ്ങൾ നിർത്തുക. എസ്പെഷ്യലി 11 മണി തൊട്ട് 3 മണി വരെ നിങ്ങൾ ഡയറക്റ്റ്ലി വെയിൽ കൊള്ളാതിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് സൂര്യാഘാതത്തിന് 100% ഉറപ്പായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാറിൻ്റെ ഉള്ളിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്ക് ഗ്ലാസ് തുറന്നിട്ട് ഓടിച്ചതിന് വരെ സൂര്യാഘാതം കിട്ടി, വേറൊരാൾക്ക് വീട് വിട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ ചൂടിൽ എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ ഭയങ്കര ഹെൽത്തിയാണെന്നുള്ളത് ഒരു അങ്ങനെ ഒരു അഹങ്കാരം വെച്ച് നിങ്ങൾ നടക്കല്ല. പ്ലീസ്, നിങ്ങൾ കുട ചൂടിക്കോ, ഒരു നാണക്കെടുപ്പ് വിചാരിക്കേണ്ട. അല്ലെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലത്ത് കൂടെ നടക്കാൻ ശ്രമിക്കുക. ഡയറക്റ്റ്ലി വെയിൽ കൊള്ളാതിരിക്കുക ദയവ് ചെയ്ത്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഇടയ്ക്ക് നിങ്ങൾ ഉപ്പ്, നാരങ്ങ ഇട്ടിട്ടുള്ള സർബത്ത് കുടിക്കുക. സോഡ ഉപയോഗിക്കേണ്ട, വെള്ളം തന്നെ ഉപ്പിട്ടിട്ട് കുടിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ക്ഷീണത്തിന് വളരെ കുറവുണ്ടായിരിക്കും. വെള്ളം എപ്പോഴും കയ്യിൽ കരുതുക. ശുദ്ധമായ ജലം കഴിക്കുക. കാരണം അല്ലാണ്ട് ചായയും കാപ്പിയും ജ്യൂസും കഴിക്കലല്ല അതിന് ഉപാധി. അപ്പോൾ നിങ്ങൾ പല മരണങ്ങളും സംഭവിച്ചിരുന്ന ആൾ കണ്ണൂർ കിണർ കുത്തുന്ന ഒരു പയ്യൻ 31 വയസ്സായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഒരു പയ്യനാണ് മരിച്ചുപോയി. അതേമാതിരി സൂര്യാഘാതം കുട്ടികൾക്കും വലിയവർക്കും ഒരേമാതിരി വരുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും കുട്ടികൾ കളിക്കാൻ വിടുന്നതും ഈ ടൈമിൽ നിങ്ങൾ വിടാതിരിക്കുക. രാവിലെ ഒരു 6-7 മണി വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു 11 മണിക്ക് ശേഷം വരുന്ന വെയിൽ ഒരു 3-4 മണി വരെ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക. ഇത് എല്ലാ ഗവൺമെൻറ് വക തലത്തിലും എല്ലാ ഡോക്ടർമാരും എല്ലാവരും പറയുന്നുണ്ട്. ഇതിന് വേറെ മരുന്നുകളൊന്നുമില്ല. സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിക്കാം. അതുകൊണ്ട് ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. നമുക്ക് ഇത്രയും എൻ്റെ ഈ ലൈഫ് ടൈമിൽ ഇത്രയും ചൂട് ഞാൻ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അറിയെങ്കിലും നിങ്ങൾ അതിൻ്റെ ചിട്ടകളും വട്ടങ്ങളും ഒക്കെ കറക്റ്റായിട്ട് പോട്ടെ. കാരണം ചൂട് ഡയറക്റ്റ്ലി കൊള്ളാതിരിക്കുക. മാക്സിമം ആ സമയത്ത് ഇറങ്ങി നടക്കാതിരിക്കുക. കുട ചൂടുന്നതിൽ ഒരു അമാന്തം കാണിക്കേണ്ട, നാണക്കേടും കാണിക്കുക. കുട ചൂടി നടക്കുക, വെയിൽ കൊള്ളാതിരിക്കുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സമ്പത്താണ്, നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നടന്ന ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നുള്ള